നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 40 കള്ളന്മാരിൽ അണ്ടാക്കാക്കാസും അബൂക്കാക്കാസും തുറന്നിട്ട് സീസ എന്ന് പറയുന്നത് പോലെ മാർക്കറ്റ് ഇപ്പം തുറക്കുന്നു. ഇത് തുറന്ന ഉടനെ ഒരു വലിയ പാറങ്ങെല്ലാം എടുത്ത് FIA അതിൻ്റെ തലയിൽ ഇടുന്നു. മാർക്കറ്റും താഴെ വീഴുന്നു. ഉടനെ ഈ കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലിസ്റ്റൊക്കെ ഐഡിയ ചെയ്ത് 1 കോടി രൂപ വരയ്ക്കും നിങ്ങൾ കടൻ വാങ്ങി കളിക്കാം, 25 ലക്ഷം കടൻ കൊടുക്കുന്ന IPO എന്ന് പറഞ്ഞ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ സ്റ്റീറോയിഡ് നീ കൊടുത്താൽ ഞാൻ എത്ര സ്റ്റീറോയിഡ് നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെടുത്തിട്ട് അരവിന്ദ് സുബ്രഹ്മണ്യം പറയണത് പോലെ A1 to A2 വന്നിട്ട് ഡോളറിൽ കടൻ വാങ്ങിയിരിക്കുന്നു. ആ ഡോളർ കടൻ വന്നിട്ട് ക്യാപിറ്റലിനായി കയറുന്നു എന്ന ഉടനെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ വന്നിട്ട് കമാൻഡ് ഡിഫെൻഡ് ദ റുപ്പി എന്ന് പറഞ്ഞ് ഓർഡർ ഇടുന്നു. അതായത് പോയ പ്രാവശ്യം തോന്നിച്ചു വന്നപ്പോൾ ഒരു $20 മില്യൺ വിറ്റ് റുപ്പീനെ ഡിഫെൻഡ് ചെയ്ത് ഈ ബലൂണിൽ നിന്ന് കാറ്റിനെ ഇറക്കി ഇന്ന് 91 വന്നിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇതിനെ വിട്ട് വയ്ക്കുവാണെങ്കിൽ $20 ബില്യൺ ഇന്ത്യയിലെങ്കിലും ഇരുന്നിരിക്കും. ഇന്ന് വന്നിട്ട് ജിയോ IPO ഇടാൻ പോകുന്നു. ഇതിൽ 1.5 ലക്ഷം കോടി 13 ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ലോൺ വാങ്ങിയിരിക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ അവരിപ്പോൾ 75 ഇരുന്നപ്പോൾ വാങ്ങിയെന്ന് വെച്ചോ, ഇപ്പം ക്യാപിറ്റൽ തന്നെ 92 ആയിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ചിലവിനെ കൂടെ ഇപ്പം കൂടുതലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന ഒരു കണ്ടീഷന് വച്ചിട്ടുണ്ട്. ഇത് കാരണം തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ വിറ്റുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്തിൽ എങ്ങനെയെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ഇന്ന് 25,500 ഉടച്ച് 25,435 വരയ്ക്കും ഇറങ്ങി. ഇപ്പോൾ 470 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അല്ല, പട്ടാസ് ലിസ്റ്റൊക്കെ അവരെ കയ്യിലിരിക്കും. ഇതിന് തന്നെ ഞാൻ പറഞ്ഞു ലഞ്ചിനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടരുതെന്ന്. ഇന്നും ലഞ്ച് വന്നില്ല. ലഞ്ച് വരുവാണെങ്കിൽ ഞാൻ തന്നെ പറയാം. ഈ സമയം ഗോൾഡ് എങ്ങനെയാണ് ഇനി റോക്കറ്റിൽ കയറാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. 22 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 13,610 ഇരിക്കുന്നു. 11,369 18 ക്യാരറ്റ് ഗോൾഡും 14,848 പ്ലസ് ടാക്സിന് 24 ക്യാരറ്റ് ഗോൾഡും കയറിയിരിക്കുന്നു. അതായത് ഇങ്ങനെ പറയുമല്ലേ, അബ്കി പാർ ചാസോ പാർ എന്ന് പറയുമല്ലേ, അത് ഈ പ്രാവശ്യം ഞങ്ങൾ ഞാനും ജയിക്കും എന്നതുപോലെ ഞാൻ എന്ത് പറഞ്ഞു എന്നാൽ പുതിയ വർഷത്തിൽ ഗോൾഡ് 10,000 കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞതുപോലെ 24 ക്യാരറ്റ് ഗോൾഡ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. 22 ക്യാരറ്റ് വന്നിട്ട് കുതിര പുറകി ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ലോങ് ടേം പ്രൊജക്ഷൻ 10, ട്രംപ് ഭാഗവതറിൻ്റെ സ്പെഷ്യൽ റിവാർഡ് 5 എന്ന് പറഞ്ഞ് 15 കൊണ്ടുപോയി വിട്ടിരിക്കുന്നു. വെള്ളിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ. ഇന്ത്യയിൽ ഒരു ഡിസ്കൗണ്ടിൽ വെള്ളി കൊടുക്കുന്നു 10,000 രൂപയ്ക്ക്. അങ്ങനെയാണ് നടക്കുന്നു. ബേസിക്കലി ഇന്ത്യയിൽ ഡിമാൻഡ് പോയി. വെള്ളി വാങ്ങുന്നതിൽ നിങ്ങൾക്ക് 10,000 കുറവെങ്കിൽ വെള്ളി വിൽക്കുന്ന സമയം നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നോക്കിക്കോ. വാങ്ങാൻ പോകുമ്പോൾ 3,30,000, പക്ഷേ വിൽക്കുന്ന സമയം 2,90,000 തന്നെ കിട്ടും. ഇത് എന്താണ് കാര്യം എന്നാൽ നിങ്ങൾ ഇന്ന് ഡിസ്കൗണ്ടിൽ വേൾഡ് മാർക്കറ്റിൽ 10,000 രൂപ ഡിസ്കൗണ്ടിൽ വാങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വെള്ളിയിലുള്ള പ്രോബ്ലം. ഡിസ്കൗണ്ടിൽ വാങ്ങുന്നു എന്നാൽ അതിൽ ഡിമാൻഡ് ഇല്ല എന്നാണ് അർത്ഥം. ഡിമാൻഡ് കാലിയായിരിക്കുന്നു എന്നറിയാൻ വരുന്നു. പറഞ്ഞതുപോലെ ഗോൾഡാണ് നമ്മൾ ലോകത്തിലുള്ള പുതിയ കറൻസി. ആൻഡ് ഈ തരി പറയുന്നത് പോലെ ഡോളറിനെ ട്രാൻസാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഗോൾഡിനെ സോറൂട്ട് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നു. ചൈനയിൽ വന്ന് റെക്കോർഡ് എക്സ്പോർട്ട് സർപ്ലസ്. വളരെ ഹാപ്പി ന്യൂസാണ് ചൈനയ്ക്ക്. ട്രംപ് ഭാഗവതർ യൂറോപ്പിനെ അടിക്കുന്ന കാരണം ചൈനയും യൂറോപ്പും ഇപ്പോൾ ചേർന്നിരിക്കുന്നു. ചൈനയും കാനഡയും ഇരുന്നു. അതുപോലെ തന്നെ ചൈനയും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഖുഷിയാണ്. ട്രംപിൻ്റെ ടാരിഫൊക്കെ ഇപ്പോൾ തള്ളുപടി ആയിരിക്കുന്നു. എന്ന് വെച്ചാൽ യൂറോപ്പിന് ഇപ്പോൾ ചൈനയുടെ ആവശ്യമുണ്ട്. നോർവീജിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ, എനിക്ക് നോബൽ പ്രൈസ് നിങ്ങൾ ആൾക്കാർ തന്നില്ലല്ലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗ്രീൻലാൻഡ് അടുത്തെങ്കിലും കൊടുക്കുക. അതായത് ഇത് എങ്ങനെ ഇരിക്കുന്നു എന്നാൽ, ഈ ബൊമ്മേനെ നീ എനിക്ക് തന്നില്ലല്ലോ, ആ ബൊമ്മയെ എനിക്ക് താ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇപ്പം തന്നെ വേണോ എന്ന് വാശി പിടിക്കുന്നത് പോലെയാണ് ഇരിക്കുന്ന കാര്യം. ITC ഹോട്ടൽസിൻ്റെ റിസൾട്ടൊക്കെ ഇപ്പോൾ വരാൻ പോകുന്നു. ഇന്നലെ പിന്നെ ടാറ്റ ക്യാപിറ്റലിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് വന്നിട്ട് 36% കയറിയിരിക്കുന്നു. ഡൽഹി ഹൈക്കോർട്ട് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ, ഡോക്ടർ റെഡ്ഡി ആൻഡ് നോവോ നോർഡിസ്ക് കേസിന്, അതായത് ജഡ്ജ്മെൻറ്റിന് അവർ നിർത്തി വച്ചിരിക്കുന്നു.
എപ്പോൾ തീർപ്പ് വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ വർണ്ണകാലങ്ങളിൽ പുതു എംബിയുടെ താഴെ സൂപ്പർ ഡൂപ്പർ ഗ്രോത്ത് ഇരിക്കും, പ്രിയാർ ശശാദ്രി എൻട്രി കാരണം എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തിരിക്കുന്നു. ICICI ബാങ്കിൻ്റെ ഷെയർ ഇന്നലെ താഴെ പോയായിരുന്നു. 1268 രൂപ അഗ്രികൾച്ചർ ലോൺ റെഡ് ചെയ്യാൻ പറ്റാതെ പോയത് അതൊരു വലിയ സാക്കായിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ സിങ്ക് ഓണർ ഒരു സീക്രട്ട് പുറ ചെയ്തിരിക്കുന്നു ഫൈനലി. അതായത് എന്തെന്ന് വെച്ചാൽ ഗോൾഡിൽ കാശ് നോക്കിയില്ലെങ്കിലും സിൽവറിൽ അവർ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി റെഡി ആയിട്ട് ഇന്ത്യക്ക് എത്രയാണ് ആവശ്യമോ അതിന് സപ്ലൈ ചെയ്യാൻ അവർ റെഡി ആയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ Q3 46% ഇരുന്നു, അതായത് മോർ ഓർ ലെസ്. സോ ഡിവിഡൻഡ് വലുതായിട്ട് നമ്മൾ എതിർ നോക്കാം. ലെൻതി മൈ ഇൻ ദ പ്രോഫിറ്റ് പോയ ക്വാർട്ടർ 10% താഴെ ഇറങ്ങി, കറണ്ട് പേസും താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ലേബർ കോഡിന് വേണ്ടി പെർമിഷൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്, എനിക്കും നല്ലതാണ്. ഗാസയിലുള്ള പ്രോബ്ലം വലുതായിട്ടുണ്ട്. ആരും ബാങ്കിന് ലോൺ വാങ്ങാൻ വരുന്നേ അല്ലാതെ ആരും കറണ്ട് അക്കൗണ്ടിൽ കാശ് വയ്ക്കുന്നില്ല, സേവിങ് അക്കൗണ്ടിലും കാശ് വയ്ക്കുന്നില്ല. ബാങ്ക് അവർ മുമ്പോട്ട് വരുന്നു, അത് പ്രശ്നം ചെയ്യാൻ വരുന്നു. തീരുമാനിച്ചാലും ഒരു എഫക്റ്റും ഇല്ല അതിന്. സോ ഗാസ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലമായിട്ട് തന്നെ ഇരിക്കാൻ പോകുന്നു. പിന്നെ ഗാസയ്ക്ക് വന്നിട്ട് നോൺ ഫ്രീ ഇൻകമിൻ്റെ ബേസിസിൽ ഇവരെ തള്ളപ്പെടുമെന്ന് എതിർനോക്കിയിരിക്കുന്നു. ഓല ടെക്കിൻ്റെ ഷെയർ ഇന്നും കിടപ്പിലാണ് ഇരിക്കുന്നു. ഇന്നലെയും കിടപ്പിലായിരുന്നു, പിന്നെ ഇന്നും കിടപ്പിലായിരുന്നു. ഓല ഷെയർ കിടപ്പിലായ കാരണം എന്തെന്ന് വെച്ചാൽ CFO വന്നിട്ട് ആൾക്ക് പോയിട്ട് അകത്ത് ഒട്ടുമില്ല. ഇതുപോലത്തെ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് ഇല്ലാത്തത് ഓലയെ വലിയ ഷോക്കായിട്ട് നോക്കുന്നു. അതുപോലെ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് വന്നിട്ട് VU ടോക്സ് വന്നിട്ട് ഇന്ന് ഇന്ത്യ UDA FGനായിട്ട് എങ്ങനെയാണ് സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യാം എന്നൊരു ഐഡിയ വച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളെ വിടരുത്, യൂറോപ്പിൽ ഞങ്ങളെയും കൂടെ ചേർക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഓവറോളെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വന്നിട്ട് വോളറ്റൈലായിരിക്കുന്നു. സോ ഇന്നും വീഴും, പക്ഷേ എത്രയാണ് വീഴും, എപ്പോൾ വീഴും, ഈ കാര്യമൊക്കെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. നന്ദി, നമസ്കാരം.